എങ്ങനെ കേറിയതല്ല എന്നെ കേറ്റിയത്. കണ്ണൂർ സഹീർ കണ്ണൂർ. ആ പറഞ്ഞോളൂ, എന്താ? മുമ്പ് വിളിച്ചിരുന്നു. ആ ശരി, എന്നിട്ട് എന്താ ഇന്ന് വിളിക്കാനുള്ള കാരണം? കുറച്ച് ക്ലിയർ ചെയ്യാനുണ്ട് കാര്യം. ആ പറഞ്ഞോളൂ, ക്ലിയർ ചെയ്തോളൂ. നിങ്ങൾ ഈ ട്രാക്ക് തന്നെയാണ് പോകുന്നത്, കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശം? ഏത് ട്രാക്ക്? മുസ്ലിം വിരോധം. ഇസ്ലാം വിരോധം. എങ്ങനെ? സെയിം ട്രാക്ക്. ഇസ്ലാം വിരോധം. ആ ഇസ്ലാം വിരോധം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല ഈ കണ്ടിന്യൂ ഞാൻ വിളിക്കുന്നത്. ആ എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടാക്കാൻ പോണേ? കാരണം ഞാൻ മുസ്ലിം വിശ്വാസിയാണ്. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങള് മുസ്ലിം വിശ്വാസി ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോ ഇസ്ലാമിനെ വിമർശിക്കുന്നത് നിർത്തണോ? പേപ്പട്ടി മതമായതുകൊണ്ട്, ഇസ്ലാം പേപ്പട്ടി മതമായതുകൊണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും പേപ്പട്ടി മതം മാത്രം പറയല്ല. കാരണം കഴിഞ്ഞ എന്റെ 2 വീഡിയോന് ഒരാള് വ്യക്തമായിട്ടൊരു കമന്റ് പറഞ്ഞിരുന്നു. എന്താണ്? സ്പൈ എന്ന് വിളിച്ചിട്ടാണ് ആള് സംസാരിച്ചത്. അതായത് നമ്മൾ വിളിക്കുന്ന ആളോടുള്ള ആ ഒരു റെസ്പെക്ട് സംസാരിച്ച അയാൾ പറയാൻ. നിങ്ങളോട് ഞാൻ മാന്യമായിട്ടല്ലേ പറയണത്, വിളിച്ച കാര്യം പറയൂ. അതല്ലേ പേപ്പട്ടി മതത്തല്ലേ കാണിച്ചത്? ഒരു അമുസ്ലിമിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഒരു നമസ്കാരം എന്ന് പറയാനുള്ള, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗോ ഗുഡ് ഈവനിങ് എന്തുകൊണ്ടെങ്കിലും പറയാലോ. ഇതൊന്നും പറയാതെ നിങ്ങൾക്ക് സലാം ഇല്ല എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് എന്താണ്? സലാം ഇല്ല എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് എന്താണ്? മുസ്ലിം വിരോധിയാണ്. മുസ്ലിം വിരോധിയോട് അങ്ങനെയാണ് പറയേണ്ടതെന്ന് നിങ്ങളെ ആര് പഠിപ്പിച്ചു? പഠിപ്പിച്ച അതിന്റെ സെൽഫിഷ് ആയിട്ടുള്ള മൈൻഡ്. സെൽഫിഷ് ആയിട്ടുള്ള മൈൻഡ് അല്ല, അത് ഇസ്ലാമിലെ അധ്യാപനമാണ്. ആ മുസ്ലിങ്ങളോട് സലാം പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാമിലെ അധ്യാപനം. അത് നിങ്ങൾക്കറിയോ? ഇസ്ലാമിൽ പറയുന്നത് കംപ്ലീറ്റ് പുറത്ത് ഇസ്ലാമിൽ അമുസ്ലിങ്ങളോട് സലാം പറയരുതെന്നാണ് പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾക്കറിയോ? കറക്റ്റ് ആണല്ലോ. എന്ത് കറക്റ്റ്? എങ്ങനെ? മുസ്ലിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അപ്പൊ അമുസ്ലിങ്ങളോട് സലാം പറയാൻ പാടില്ല പറയണത് അങ്ങനെ ഒരു ചര്യ നമ്മൾ പഠിപ്പിക്കുന്നില്ല. പറയരുത് എന്നല്ലേ പഠിപ്പിക്കുന്നേ? പറയരുതെന്ന് പഠിപ്പിക്കുന്നില്ല, പറയാനും പഠിപ്പിക്കുന്നില്ല. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണ് പഠിപ്പിക്കുന്നത്. അതൊരു ഒരു സോഷ്യൽ മൈൻഡിൽ നമ്മൾ പറയരുത് എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇല്ല അങ്ങനെ പറയുന്നത്. നമ്മൾ ഹദീസ് എടുക്കുന്നു. ടു നോൺ മുസ്ലിംസ് എടുക്കുന്നു. സമയം കുറച്ച് വേണം കേട്ടോ എനിക്ക്. സമയം തന്നിട്ടുള്ളൂ. നിങ്ങളല്ലേ പറഞ്ഞത് ഇസ്ലാമിൽ ഇല്ല എന്ന്. ഞാനിത് 3ാമത്തെ കോളാണ് വിളിക്കുന്നത് നിങ്ങളെ. അതൊന്നും കാര്യമില്ല. നിങ്ങൾ 2 തവണ വിചാരിച്ചിട്ട് നടക്കാത്ത 3ാമത്തിൽ നടത്താൻ പോണത്. ശരി, 30,000 തവണ വിളിച്ചിട്ടാണെങ്കിൽ ഇരുത്തും. നിങ്ങൾ 30,000 തവണ വിളിച്ചാൽ ഞാൻ ഇവിടെ കോടീശ്വരനാവും. അതാണ് ഉണ്ടാവാൻ പോണത്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. എന്തെങ്കിലും പറയാനുണ്ടോ? This is the greeting in Islam. അതായത് അമുസ്ലിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. അതിന് ഉസ്താദ് പറയുന്ന ഉത്തരം കേൾക്കുക. ഓക്കെ. To begin a non-Muslim with assalamu alaikum is totally prohibited. കേട്ടല്ലോ? Totally, full stop. And if there was a Muslim and a Christian in the same place, I would say assalamu alaikum, intending the Muslim, not the kafir. Yes. But greeting in other forms. So I go to the company, my company, I go to the office and I see my subordinate, my colleague, my supervisor, and I say, hey, good morning, what's cooking? Good looking? No problem. This is a permissible greeting. Good morning, how are you? Hi, good day. No problem. The haram thing to initiate is saying assalamu alaikum. And കേട്ടല്ലോ? ആ മുസ്ലിങ്ങളോട് സലാം പറയാൻ പാടുണ്ടോ ഇല്ലേ? അത് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ? ഇല്ല, അതിനെപ്പറ്റി പറയണമെന്ന് പഠിപ്പിക്കുന്നില്ല. അതല്ല ഇപ്പൊ ഉസ്താദ് എന്താ ഇവിടെ പറഞ്ഞത്? പ്രൊഹിബിറ്റഡ് ആണെന്ന് ഉസ്താദ് എവിടുന്നാ പറഞ്ഞത്? അത് ഉസ്താദല്ല, അത് യൂറോപ്യൻസിലെ യൂറോപ്യൻസിൽ ഉസ്താദ്. അപ്പൊ എന്താ ഈ മലയാളത്തിൽ പറയുന്നവർ മാത്രമേ ഉസ്താദാവുള്ളൂ? അല്ല, അങ്ങനെയല്ല. അതായത് യൂറോപ്യൻസിൽ ഇംഗ്ലീഷിൽ പറയുന്നവരൊന്നും ഉസ്താദാവില്ല, മലയാളത്തിൽ പറഞ്ഞാൽ മാത്രമേ ഉസ്താദാവുള്ളൂ. എന്റെ പൊന്നു കോയ, നിങ്ങൾ അവിടെ ഊമ്പിയിരിക്കുകയാണ്. ഓക്കെ, ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇത്രേ ഉള്ളൂ. അതായത് ആ മുസ്ലിമിനോട് അങ്ങോട്ട് സലാം പറയാൻ പാടില്ല, അത് ഹറാമാണ്. ഓക്കെ, അത് ഹറാമാണ്. അതങ്ങോട്ട് പഠിക്കാം, അതാ വേണ്ടത്. ഇസ്ലാം ഈ പറയുന്ന സലാമിന്റെ അർത്ഥം എന്താണ്? അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നല്ലേ നിങ്ങൾ വലിയ വീമ്പ് പറയാറ്. അപ്പൊ നിങ്ങൾക്ക് ഈ അറബിയിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന സാധനം കാഫിറിനോട് പറയാൻ പാടില്ല എന്ന് പറയുമ്പോ, അപ്പൊ കാഫിറിന് സമാധാനം ഉണ്ടാകരുത് എന്നല്ലേ ഈ പറയുന്നത്? നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പോയി പഠിക്കൂ. നിങ്ങൾ ഇനി 30 അല്ല 50,000 അല്ല 72,000 തവണ വിളിച്ചാലും ശരി, ഇസ്ലാം പൊളിയും. നിങ്ങൾ ആദ്യത്തെ സെന്റൻസിൽ തന്നെ പൊളിയല്ലേ ചെയ്തത്?
അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ എന്താണ്? ആ വാക്കുകളൊക്കെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തന്നാട്ടെ. ഞാൻ പറഞ്ഞല്ലോ എന്താണ് അള്ളാഹുവിന്റെ സംരക്ഷണം നിങ്ങൾക്ക്. ഇതിലെവിടെ അള്ളാഹു എവിടെ? അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് അള്ളാഹു എവിടെ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതന്നെയാണ്. എവിടെയാണ്? എന്താണ് അസ്സലാം എന്ന് പറയുമ്പോ? സലാം, ആ സലാമിന്റെ അർത്ഥം പറയൂ. സലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാതെ സലാം നിങ്ങൾ പറയും. നിങ്ങളല്ല എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നേ, പറഞ്ഞു തരൂ, എനിക്ക് പഠിപ്പിച്ചു തരൂ. സലാം എന്ന് പറയുന്നതിന്റെ വാക്ക് കറക്റ്റ് അർത്ഥം എന്ന് പറയൂ. അന്ന് നിങ്ങൾ സലാമിന്റെ പറയും. നിങ്ങൾ പറഞ്ഞ എന്നെ പഠിപ്പിക്കാവുന്ന ആളല്ലേ, പറഞ്ഞു തരൂ. അല്ല നിങ്ങൾ പഠിപ്പിക്കാൻ അല്ല, ഞാൻ ചോദിക്കാൻ വന്നാണ് എന്ന് കരുതിക്കോളൂ. നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ. അല്ല, ഞാൻ ചോദിക്കാൻ വന്നാണ്. ഞാൻ ക്ലിയർ ആയിട്ട് എനിക്ക് പഠിപ്പിച്ചു തരണം. എന്നാ ഞാനിപ്പോ ഇവിടെ കലിമയല്ലും. സലാം എന്ന് പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥം എന്താന്ന് പറയും? സലാം എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. സലാം എന്നുള്ളൊരു വാക്കില്ല. സലാം എന്ന് പറഞ്ഞാൽ സലാം എന്ന് പറഞ്ഞ വാക്കില്ല. സലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സലാം എന്ന് പറഞ്ഞ വാക്കില്ലേ? സലാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സലാം ചൊല്ലി നമ്മൾ പറയുന്നില്ല. സലാം സലാം എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്താന്ന് പറയും? അതിന് ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ട് എനിക്ക്. എന്താണ് കൺഫ്യൂഷൻ? സലാം എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോവാം. വേറൊരു ചോദ്യമുണ്ട്. സലാം എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോവാം, അല്ലാതെ ഒരു ഉടായ്പ ഇവിടെ നടക്കില്ല. അത് പറഞ്ഞിട്ട് പോയാൽ മതി. ഇത് തന്നെയാണ് അർത്ഥം. എന്താണ് അർത്ഥം? മുസ്ലിം നമ്മളൊരു അള്ളാഹുവിനെ ആരാധിക്കുന്നതിലൊരു അതിലുള്ളൊരു വേർഡ്സ് ആണ്. സലാം എന്ന വാക്കിന്റെ അർത്ഥം പറക്കോയാ? നിങ്ങളെ ഞാൻ കുറച്ച് ഒരു റഫായിട്ട് സംസാരിച്ചതിന്റെ പേരിൽ നിങ്ങൾ ഒന്നിന്റെ മുകളിൽ പിടിച്ചു. അതൊന്നും നിങ്ങളെ റഫായിട്ട് സംസാരിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ അതൊന്നും എടുക്കണ്ട, അതൊന്നല്ല ഇവിടുത്തെ വിഷയം. ഞാൻ ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. നിങ്ങൾ എന്ത് റഫ്? ഇവിടെ കോയമാര് റഫാവണ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. നിങ്ങളൊക്കെ അതിൽ ഭേദമാണ്. നിങ്ങളൊന്നും ഒരു റഫേ അല്ല. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പോക്കിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അത് നിങ്ങളും പഠിച്ചോണ്ടായിട്ട് തീർത്തോളി. അത് നമ്മുടെ വിഷയമല്ല. ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടി കിടന്നാണ് ഈ ഒരു മുതൽ. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മുടെ വിഷയമല്ല. അലൈക്കും ഇംഗ്ലീഷ് മീനിങ് പീസ് ബി അപ്പോൺ യു, ഇതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്നോട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? പീസ് ബി അപ്പോൺ യു എന്നേ അർത്ഥമുള്ളൂ. അതായത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നേ ഉള്ളൂ. ഈ സാധനം അറബിയിലായി എന്നതിന്റെ പേരിൽ നിങ്ങൾക്കൊരു കാഫിറിനോട് പറയാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. നിങ്ങൾ ആ നിയമമാണ് എന്റെ അടുത്ത് മുന്നിലെടുത്തത്. എന്ന് വെച്ചാൽ ഒരു കാഫിറിന് അല്ലെങ്കിൽ ഒരു മുർത്തദിന് അല്ലെങ്കിൽ അമുസ്ലിമായ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് അറബി നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? നിങ്ങൾ കൊണ്ടുനടക്കുന്ന ഇസ്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ ആദ്യത്തെ സെന്റൻസിൽ തന്നെ പൊളിഞ്ഞു. ഇതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. നാണുണ്ടോ കോയ? നാണുണ്ടോ കോയ? നിങ്ങൾ ഈ പറയുന്ന ഈ മതത്തിൽ ഈ കാടൻ നിയമമല്ലേ നിങ്ങൾ ഇവിടെ എടുത്ത് പ്രയോഗിച്ചത്? ആദ്യത്തെ സെന്റൻസിൽ പ്രയോഗിച്ചതല്ലേ നിങ്ങൾക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞോടെ തന്നെ പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞില്ലേ? ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനി കോയ വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങുക. ഓക്കെ, ഒരു സെന്റൻസ് പോലും നിങ്ങൾക്ക് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് പറയാൻ കഴിയുന്നില്ല. തെറി പറയാതെ നിങ്ങൾക്ക് ഒരു സാധനം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. സമാധാനമില്ല എന്ന് പറയേണ്ടി വരുന്നു. നിങ്ങൾക്ക് സമാധാനമില്ല. ഇതാരാ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്? നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് നിങ്ങളുടെ മതമാണ്. ഈ പേപ്പട്ടി മതമാണ്. ആ മതം നിങ്ങളെ പഠിപ്പിച്ചു തന്ന മുഹമ്മദ് ഒരു ഇതുപോലുള്ള ഒരു സമാധാനത്തിന് തുരങ്കം വെച്ച ആളാണ്, സമാധാനം തകർത്ത ആളാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ആദ്യത്തെ സെന്റൻസിൽ ഇങ്ങനെ ഡക്ക് റൺഔട്ട് ആവാന്നൊക്കെ പറഞ്ഞ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ലേ പണ്ടാറ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.